First Samuel chapter 13 is what we have been meditating. ആമേൻ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായമായിരുന്നു നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. And quickly we remember that the Philistines were coming against the Israelites for a war. പെട്ടെന്ന് തന്നെ ഫെലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത് നാം കണ്ടു. And then we last week meditated that Saul, in a panic, he offered the sacrifice. He did not wait for Samuel, and he did not obey the commandment of God. ശമൂവേലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ശൗല് ഹോമയാഗം കഴിക്കുന്നതായിട്ട് നാം കണ്ടതല്ലേ. And that was the this is you. If you look at it, God is lifting so fast to the climax, to the highest place, and you can see that from there, boom, dropping to the bottom of it. ദൈവം ഒരുവനെ വളരെ ഉന്നതിയിലേക്ക് പെട്ടെന്ന് തന്നെ ഉയർത്തുകയും അത് പെട്ടെന്ന് തന്നെ താഴേക്ക് അധപ്പതിക്കുന്നതും നാം കാണുന്നുണ്ട്. Because of the disobedience, he lost the kingship that should have been eternal in his family. അവൻ കൊടുത്തിരിക്കുന്ന രാജ്യത്വം പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് നഷ്ടമാകുന്നത് നാം കാണുന്നുണ്ട്. അവന്റെ അനുസരണക്കേട് മൂലം അത് നഷ്ടമാകുന്നത് നാം കാണുന്നു. And Samuel rebuked him and said, what you did is foolish. And then Samuel is leaving the scene. നീ ചെയ്തത് ഭോഷത്വം എന്ന് ശമൂവേൽ ശൗലിനെ ശാസിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുന്നത് നാം കാണുന്നു. That's really the situation, because a mighty army is there. Usually Samuel will give them some direction, but at this point, at the point of disobedience, Samuel, without saying a word, is leaving the scene. സാധാരണയായി ശമൂവേൽ അവിടെ ആയിരിക്കുന്ന പടക്കൂട്ടത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് മടങ്ങി പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് മടങ്ങി പോകുന്നത് നാം കാണുന്നു. And verse 15 we read that Saul now all of a sudden counting the number of people with him. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗൽ തന്നോട് കൂടെയുള്ള പടജനത്തെ എണ്ണുന്നതായി കാണുന്നു. 13 verse 15 we read that when he counted how many people are with him. അവൻ എത്ര പേര് തന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു എണ്ണല് ആ 15-ാം വാക്യത്തിൽ കൂടെ നാം കാണുന്നു. He counted 600 people. 600 പേർ തന്നോട് കൂടെ ഉണ്ടെന്ന് കണ്ടു. Now that is the army he has. അത്രമാത്രം പടജനമാണ് തന്നോട് കൂടെ ഉള്ളത്. Now look at the Philistines. ഫെലിസ്ത്യരെ നോക്കൂ. We read chapter 13 verse 5, 3,000 chariots. ആമേൻ. 13-5 കടന്നു വരുമ്പോൾ 30,000 രഥവും 6,000 horsemen, 6,000 കുതിരച്ചേവകരും, and the soldiers numerous as the sand on the seashore. ആമേൻ. കടൽപ്പുറത്തെ മണൽത്തരി പോലെ അസംഖ്യമായി ജനം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. And here he has 600 people. ശൗലിന്റെ കൂടെ ഉള്ളതോ 600 പേര് മാത്രം. And not only that, at this point chapter 13 verse 7 onwards we read the Philistines are coming like 3 groups of raiders. 3 തരത്തിലുള്ള കവർച്ചക്കാരായിട്ട് കൂട്ടമായി തിരിഞ്ഞവർക്കെതിരെ വരുന്നതായിട്ട് നാം കാണുന്നു. And they were going across the nation of Israel and havoc spreading. They're destroying everything. They wanted to show that they are controlling the land. കൂട്ടമായി തിരിഞ്ഞ് ഇസ്രായേൽ ദേശത്തിന്റെ പല ഇടത്തായി കടന്നുപോയി അവിടെയെല്ലാം നശിപ്പിച്ചിട്ട് അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഫിലിസ്തീയ കൂട്ടം ശ്രമിക്കുന്നു. And then we come to see that verse 16 and 17 kind of all there's a party, and verse 19 we see now no blacksmith in Israel. 13-19 വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു കൊല്ലനെ പോലും ഇസ്രായേൽ ദേശത്ത് കാണാനില്ലായിരുന്നു പറയുന്നു. What is the importance of that one? എന്താണ് അതിൽ കൂടി നാം അർത്ഥമാക്കുന്നത്? When we read it down there, it says because the same words are found in the no blacksmith, the metal worker found in the land of Israel, for the Philistines said otherwise the Hebrews will make swords or spears. ഇസ്രായേൽ ദേശത്തും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫിലിസ്ത്യർ പറഞ്ഞു. So they were very strategically working there that among Israelites they will not allow any blacksmith. അവിടെ ഫിലിസ്ത്യർ വളരെ തന്ത്രപരമായിട്ട് അവിടെ അതിനകത്തൊരു കൊല്ലനെ കാണാൻ ഉണ്ടാകരുത്, ഒരു ആയുധം ഉണ്ടാക്കരുത് എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി. And if any one of the Israelites even wanted to kind of sharpen their agriculture
agricultural things, they had to go to and depend on this Philistine ഇസ്രായേൽ people. ജനത്തിന്റെ അകത്ത് കാർഷിക ഉപകരണങ്ങൾ എന്തെങ്കിലും തീർക്കണമെങ്കിൽ അവർക്കും ഫെലിസ്ത്യ ദേശത്ത് പോകേണ്ടതായി വന്നു. And that imposed a financial burden on this Israelites. അവിടെയും ഒരു സാമ്പത്തികമായ ഭാരമാണ് ഇസ്രായേൽ ജനത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്നതായി ഉണ്ടായത്. Chapter 13 verse 22. 13:22 കടന്നു വരുമ്പോൾ, And it came about on the day of the battle that neither sword or spear was found in the hands of any of the people who were with Saul or Jonathan. അവിടെ ശൗലിനോടും യോനാഥനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. Only Saul and Jonathan had a sword. ശൗലിനും അവന്റെ മകൻ യോനാഥനും മാത്രമേ വാള് ഉണ്ടായിരുന്നുള്ളൂ. So look at it, even though they have 600 fighting men with them, they don't even have a sword or a spear. 600 പടക്കൂട്ടം 600 സോൾജർ തന്റെ കൂടെ ഉണ്ടായിട്ട് പോലും അവരുടെ കയ്യിൽ ഒരു വാളുമില്ലാത്തൊരു അവസ്ഥയിൽ Only 2 people have swords or spears. അവിടെ ആയിരുന്ന 2 പേർക്ക് മാത്രമേ ആ വാളും കുന്തവും ഉണ്ടാവുള്ളൂ. And the enemy is 30,000 iron chariots, 6,000 horsemen, and a multitude of the army. 13,000 രഥങ്ങളും കുതിരച്ചേവകരുമായിട്ട് കടൽത്തറയിലെ ഇരമ്പിറക്കുന്ന പോലെ ജനങ്ങളും അവർക്കെതിരെ ഫെലിസ്ത്യർ അടുത്തു വരുന്നത്. This is the situation of Israel. അതായിരുന്നു ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. And what is the story? What is the application for us? നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ ഇതിന്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്? When we experience peace and prosperity, we do not know that we are unprepared for a fight. നമ്മൾ സമാധാനവും അഭിവൃദ്ധിയുമായി നമ്മൾ മുമ്പോട്ട് ഓടുമ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ ശത്രുവിനെ എതിരിടുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല എന്നൊരവസ്ഥ. I mean, many times that happens to us. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. When we have everything, that is one of the things, even though we pray for blessing, prosperity, peace and health, all of that is a good thing. But when we are in the midst of all this thing, we do not know that we are becoming unprepared for the battle. സമാധാന സന്തോഷ സമൃദ്ധിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായി തന്നെ, എന്നാലോ ശത്രു മുമ്പോട്ട് വരുമ്പോൾ എതിർത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ എതിർക്കുവാൻ തയ്യാറല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയല്ലേ നാം കടന്നു പോകുന്നത്. This is the people that they never learn a lesson. ഇങ്ങനെയുള്ള ഒരു ജനമാണ് പലപ്പോഴും അവർ പഠിക്കാതെ തന്നെ പോകുന്നിരിക്കുന്നത്. Go back a few years back into the history. ചില വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ Judges chapter 5 we read like this. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. The big Canaanite army came against Israel. ഇസ്രായേലിനെതിരെ കനാന്യൻ കടന്നു വരുമ്പോൾ Jabin the king and a mighty 900 chariots came against them. 900 കുതിരച്ചേവകരുമായി അവരുടെ രഥങ്ങളുമായി അവരെതിരെ കടന്നു വരുമ്പോൾ And there we can see that God ultimately gave them a victory. ദൈവം അവസാനമായി അവർക്ക് വിജയം നൽകിയെന്ന് നാം കാണുന്നുണ്ട്. But Deborah, a prophet, who was the one who became instrumental for that. പ്രവാചകിയായ ദെബോറ അവർക്കൊരു ആയുധമായി ഒരു ഉപകരണമായി അവർക്കെതിരെ അവർക്ക് After God gave them the victory, Deborah is singing like this. ഇങ്ങനെ അവർക്ക് ദൈവം വിജയം നൽകിയപ്പോൾ ദെബോറ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. Chapter 5 verse 8 we read. 5:8 കടന്നു വരുമ്പോൾ 40,000 people, there was not a single one had a sword or a spear. ഇസ്രായേലിന്റെ 40,000 മധ്യ പരിചയം കുന്തവും ഉണ്ടായിരുന്നില്ല, കണ്ടതേയില്ല. 40,000 people came to fight, but they didn't have a spear or a sword. 40,000 പേര് യുദ്ധത്തിനായി ഇറങ്ങി തിരിച്ചു, പക്ഷെ അവരുടെ കയ്യിലെ പരിചയം കുന്തവും ഉണ്ടായിരുന്നില്ല. God gave them the victory. അതിന്റെ നടുവിലും യഹോവയായ ദൈവം അവർക്ക് വിജയം നൽകിയില്ലേ? But they never learned a lesson. എന്നാൽ അതിനകത്തുനിന്ന് ഒരു പാഠം അവർ പഠിച്ചെടുത്തില്ലല്ലോ. Amen. They are going like that way. അങ്ങനെ തന്നെ അവരുടെ ജീവിത സാഹചര്യത്തിൽ കൂടെ മുമ്പോട്ട് ഓടിയില്ലേ? Now the Philistines are coming with 30,000 chariots. എന്നാൽ ഇപ്പോൾ 30,000 രഥങ്ങളുമായി അവർക്കെതിരെ ഫിലിസ്ത്യർ ഇറങ്ങി വരുമ്പോൾ, A big multitude. ഒരു വലിയ ജനക്കൂട്ടം അവർക്കെതിരെ ഇറങ്ങി വരുമ്പോൾ, Only 2 people have a sword or a spear. ഇവിടെ ആയിരിക്കുന്ന 2 പേർക്ക് മാത്രമാണ് വാളും കുന്തവുമായിരിക്കുന്നത്. Only 600 to fight. 600 പേര് മാത്രമാണ് അവർക്കെതിരെ നിൽക്കുവാൻ നിൽക്കുന്നത്. This is the situation sometimes we get into. നമ്മുടെയും ജീവിതത്തിൽ ഈ സാഹചര്യമല്ലേ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. We go through this motion of things, and then when the enemy really attack us, we are unprepared. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ശത്രു നമ്മുടെ മുമ്പാകെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വേദനയോടെ പാനിക്കായി മാറത്തില്ല. The last time when he was so merciful, I mean, not with
anything we had. We were spiritually unequipped, but His mercy was so big, He really blessed us. ആത്മീയമായി പക്വമല്ലാത്ത അവസ്ഥയിൽ, ആത്മീയമായി സജ്ജമല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോഴോ ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ശത്രുവിനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത്. But we are taking the situation granted. എന്നാൽ ആ ഒരു സാഹചര്യം പോലെ നമ്മുടെ അവകാശം എന്ന പോലെ We are saying that every time let God come and do this thing for എല്ലാ us. സമയം യഹോവ നമ്മുടെ മുമ്പാകെ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ചിന്താഗതിയോടെ പോകുന്നില്ലേ? Amen. Where is the weapons for our battle? നമ്മുടെ ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ ഉപകരണം, നമ്മുടെ ആയുധം എവിടെയാണ്? Second thing is the devil, the enemy was really very cleverly working among the Israelites. രണ്ടാമതായി കാണുന്ന ഇസ്രായേലിന്റെ അകത്ത് വളരെ ബുദ്ധിപരമായിട്ട് ശത്രു ഉപയോഗിക്കുന്നു. When they said we don't want any blacksmith among you, don't worry about it, we will take care of it. You bring it to us, we will take care of it. The foolish Israelites believed it. ആമേൻ. അവിടെ ആയിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് നടുവിൽ ഒരു കൊല്ലനെയും വേണ്ട, നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് ഉപകരണങ്ങൾ നന്നാക്കണം ഞങ്ങൾ എടുത്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യം അവരോട് പറയുന്ന But they were cleverly making this people, unprepared. അവരുടെ അടുത്ത് ബുദ്ധിപരമായിട്ട് ഈ ജനത്തെ അവരെ അൺപ്രിപ്പയർഡ് ആക്കി മാറ്റുന്നു. And they have everybody else. അവർക്ക് എല്ലാവരും Israel has every other person, but there is no blacksmith. അവർക്ക് എല്ലാം ഉണ്ട്, എന്നാൽ ഒരു കൊല്ലനെ അവിടെ കാണുവാൻ കഴിയാത്ത This is the situation that we are heading to. ഇതൊരു സാഹചര്യമല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് കാണുവാൻ We പോകുന്നത്. have everybody. We have engineers, we have doctors, we have nurses, we have professionals, we have everybody. നമ്മുടെ കയ്യിൽ നമ്മുടെ മുമ്പിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ എല്ലാം ഉണ്ട്. എന്നാൽ we do not have a prophets anymore. എന്നാൽ നമ്മുടെ നടുവിൽ ഒരു പ്രവാചകനെ എടുത്തു കാണിക്കാനുണ്ട്. Amen. We do not have people crying in the night. രാത്രിയുടെ യാമങ്ങളിൽ കരയോ എന്തൊക്കെയാണ് ഒരാളെ എടുത്ത് കാണിക്കാൻ നമുക്ക് കഴിയുന്നു. Amen. We got everybody else. നമുക്കെല്ലാം ഉണ്ട് എന്നുള്ള ചിന്താഗതികൾ Because the enemy telling us and convincing us that we don't want that one, but as long as we have all this thing, we are good. നമുക്കിതെല്ലാം നമ്മുടെ സാഹചര്യത്തിൽ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അത് മതി എന്ന് ശത്രു നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ മുമ്പോട്ട് ഓടുന്നത്. Young people, I want to encourage you this morning. യൗവനക്കാരായ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉത്സാഹപ്പെടുത്തുന്ന രീതി ഞാൻ പറയട്ടെ. I love worship. ഞാൻ ആരാധിക്കുന്നത് വളരെ സന്തോഷത്തോടെ. I love when you play the instruments here. നിങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ കാണുന്നു. But you don't want to limit there. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. That's not going to be the ultimate victory in your life. അതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തിക വിജയം എന്ന് പറയുന്നത്. I want you to be prophets for this generation. അതിനപ്പുറമായിട്ട് ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. I want you to be intercessors for this generation. ഇതിന്റെ ഇടയിൽ നിന്ന് ഇടിവിൽ നിന്ന് കരയുന്ന ചില യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. I want you to have the authority of the word of God. ദൈവത്തിന്റെ വചനം അധികാരമായി ഉപയോഗിക്കുന്ന ചില വ്യക്തികൾ എഴുന്നേൽക്കട്ടെ. That's the only thing we can spiritually fight. അതാണ് അതിൽ കൂടിയാണ് ആത്മീയമായി നമ്മൾ പോരാട്ടത്തിൽ കൂടി മുമ്പോട്ട് ഓടാൻ കഴിയുന്നത്. Amen. We are filling with everything else. ഈ ലൗകികമായി എല്ലാം നിറച്ചുകൊണ്ടല്ലേ നാം പോകുന്നത്. That's the strategy of the enemy. Don't അതാണ് forget that. ശത്രുവിന്റെ തന്ത്രം എന്ന് പറയുന്നത്. അതിൽ വീഴുവാൻ ഇടവരരുത്. Amen. Let's pray these days, the Lord anoint us and give us prophets. ഇന്ന് പ്രവാചകത്തിൽ ആത്യന്തികമായി നിങ്ങൾ കരയാൻ കഴിയുമോ? ഞങ്ങളുടെ നടുവില് ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന്. Amen. Israel had no blacksmith. അവിടെ ഒരു കൊല്ലനെ കാണുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കൂടി ഇസ്രായേൽ ജനം കടന്നു പോകുന്നു. Amen. In such a situation. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ Amen. Chapter 14. 14 അധ്യായത്തിലേക്ക് നമ്മൾ Today I'm going to be rushing it to speak a bunch of messages to you. So come with me. എന്റെ ദൂത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയാ, ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുക. Chapter 14 verse 1 we read like this. 14 അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. One day Jonathan the son of Saul said to his young armor bearer, come, let us go over the Philistine garrison and the other side. Man. ഇങ്ങനെ പറയുന്ന ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട് വരുക, നാം അങ്ങോട്ട് ഫിലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന് പറയുന്നു. I just cannot really imagine this thing. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചെടുത്തില്ല. 30,000 chariots and 6,000 horsemen, multitude of the army and the raiders going back and forth in the middle of that one man is saying, let's go against that army. മുമ്പ് നിൽക്കുന്ന ഫിലിസ്ത്യ ജനക്കൂട്ടം അനവധിയായി നിൽക്കുമ്പോഴോ ഈ രണ്ടുപേരും
നിൽക്കുന്ന മനുഷ്യൻ പറയുന്നു, ആ ജനത്തിന് നേരെ ഞാൻ തെല്ലുക എന്ന് പറയുന്നു. I mean, this is very dangerous situation. വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. But in him there is a radical faith. എന്നാൽ വളരെ തീവ്രമായ ഒരു വിശ്വാസം അവന്റെ ഉള്ളിൽ A ജനിച്ചു. spark of faith in him. ഒരു വിശ്വാസത്തിന്റെ തീ, ഒരു ജ്വാല അവന്റെ ഉള്ളിൽ കാണുന്നു. But with chapter 14 verse 2. 14:2 കടന്നു വരുമ്പോൾ Let's see where Saul is. ശൗൽ എവിടെയാണെന്ന് നോക്കി. Saul was staying in the borderline, the outskirts of the land. അതിന്റെ പ്രദേശത്തിന്റെ അതിരിലായിരിക്കുകയായിരുന്നു. And sitting under a pomegranate tree. മാതള നാരകത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ശൗല. He is having his good time. നല്ല സമയം ആസ്വദിച്ചുകൊണ്ട് പോകുന്ന ശൗല. Praise God, hallelujah. Who is Saul? ആരാണ് ശൗൽ എന്ന് പറഞ്ഞ വ്യക്തിയെന്ന്? The people said, we want a king to go and fight the battle for us. ഞങ്ങൾക്ക് മുമ്പേ പോയി ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയെ, ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. And God anointed him for that one. അതിനുവേണ്ടി ശൗലിനെ അഭിഷേകം ചെയ്തെടുത്തതല്ലേ? And God gifted him for that one. ദൈവം അതിനുവേണ്ടി അവനെ ഉപയോഗിച്ചെടുത്തതല്ലേ? And among the Israelites there is only 2 people have swords or spear. ആ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ 2 പേർക്ക് മാത്രമല്ലേ വാളും കുന്തവും. And one of the person is Saul. അതിനകത്ത് ഒരുവനല്ലേ ശൗൽ എന്ന് പറയുന്നവൻ. And he is sitting under a pomegranate tree on the outskirts, on the borderline. അവൻ അതിരെങ്കിൽ ആ മാതള നാരത്തിന്റെ കീഴിലല്ലേ അവൻ Because ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. he is on the borderline, because it is easy to escape. അവൻ വളരെ പെട്ടെന്ന് തന്നെ ശത്രു വരുമ്പോൾ രക്ഷപ്പെടുവാൻ എന്നൊരു മാർഗത്തോടെ അവനോട് ആയിരിക്കുന്നു. Oh, when I started thinking about it, I said, what a contrast, what a situation here. ഈ സാഹചര്യത്തെ പറ്റി ഞാൻ അധികമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമാണ്. The person who is gifted, called, anointed, made as a person, as a leader, he has the weapon, but he is on the boundary sitting there. വരങ്ങൾ നൽകി എല്ലാം നൽകി ദൈവത്താൽ അഭിഷേകപ്പെട്ട ഒരു വ്യക്തി ഈ മാതളനാരത്തിന്റെ കീഴിലിരിക്കുന്നു. But here comes an unknown kid. ഇവിടെ അറിയപ്പെടാത്ത ഒരു കുഞ്ഞ് ഇവിടേക്ക് കടന്നു A വരുന്നു. young man. ഒരു യൗവനക്കാനായ ഒരു വ്യക്തി. He is saying, let's go against the Philistine army. നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന ഫെലിസ്ത്യനെതിരെ നമുക്ക് പോകാമെന്ന് ഈ വ്യക്തി പറയുന്നു. Amen. God is looking for somebody like that. ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ യഹോവ നോക്കിക്കൊണ്ടിരിക്കുന്നു. Amen. God is not looking for so many people. Amen. That they have a lot of credentials. ആമേൻ. ഒത്തിരിയധികമായ പൊട്ടൻഷ്യൽസ് ഉള്ള അങ്ങനെയുള്ളവരെ അല്ല ദൈവം നോക്കുന്നത്. God is looking for a Jonathan. ഒരു യോനാഥനെ പോലെയുള്ള ഒരു വ്യക്തിയെയാണ് And നോക്കുന്നത്. Holy Spirit said that Jonathan, there are few Jonathans in this church. ഇതിനകത്ത് പരിശുദ്ധാത്മാക്തമായി വിളിച്ചു പറഞ്ഞ ചില വ്യക്തികൾ, യോനാഥനെ പോലെ ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. God is not looking for a spineless, faithless, people in these days. അവിശ്വാസമില്ലാത്ത വ്യക്തികളെ അല്ല ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. God is not looking for a people who are round the clock working in the manufacturing company of excuses. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാപ്പകലില്ലാതെ ഇവിടെ പറയുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെ അല്ല ദൈവം നോക്കുന്നത്. They are working in the excuse manufacturing company. ആമേൻ. കാരണങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. Amen. God is not looking for that person. അങ്ങനെ കാരണങ്ങൾ നിരത്തുന്നവരെ അല്ല ദൈവം നോക്കുന്നത്. Amen. God sent many messages in this church. ഈ സഭയ്ക്കകത്ത് അനേക ദൂതുകൾ വിളിച്ചു പറഞ്ഞതല്ലേ. This morning when I was on my knees, God's Holy Spirit spoke to me like this. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് മുമ്പാകെ മുട്ടുകുത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറഞ്ഞത്. Jesus said like this to the people like this. യേശുക്രിസ്തു ഇങ്ങനെ ജനത്തോട് വിളിച്ചു പറഞ്ഞു. If I had done the same miracle which I have done in the Sidon and Tyre, these people would have been, already repented. സോറിലും ഞാൻ എന്റെ ഈ മിറക്കിൾ അവിടെ ചെയ്തിരുന്നില്ല, അതിനപ്പുറമായിട്ട് ജനം ഇവിടേക്ക് കടന്നു വന്നേനെന്ന് God പറഞ്ഞു. said the same message that I spoke to this church. If I had spoken in the other countries, other land, people would have heard, I had a mighty army by now. ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞ ദൂത് മറ്റൊരു സഭയിലോ മറ്റുള്ള ദേശങ്ങളിലോ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒന്ന് വലിയൊരു സൈന്യം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചേരുന്ന പറയുന്നു. When I heard that one, it was pounding on my heart. അത് എന്റെ ഉള്ളിലേക്ക് വീണ്ടും അത് കുത്തിക്കൊണ്ടിരുന്നു. God is looking for a Jonathan this morning. ഇവിടെ പ്രഭാതത്തിൽ ചില യോനാഥന്മാരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. Who is not fearful. എത്രമേൽ ഭയത്തോടെ നിൽക്കുന്ന ഏത് വ്യക്തിയുണ്ട്? Stand out and say, Lord, I will go. ഞാൻ ഇതിനെതിരെ പോകാം, ഞാൻ ഈ ശത്രുവിനെതിരെ ഇറങ്ങിത്തിരിക്കാമെന്ന് ആർക്ക്
വാക്ക് വിളിച്ചു പറയാം. Amen. Don't look at the people who are gifted and anointed. You might say so and so is there. Amen. Don't look at them. They are not good. Amen. They are doing their thing. But God is inspiring some faith into some people this morning. ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് അവരുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയോടെ പോകാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് കാലടികൾ എടുത്തു വെക്കുക. Amen. And then we can see this one. Verse 6 we see. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And Jonathan said to his young armor bearer, come, let us go to the other side of the garrison. ആമേൻ. വരിക, നമുക്ക് ആ അഗ്രചർമ്മികളുടെ പട്ടാളങ്ങളുടെ എതിരെ പോകാമെന്ന് പറയുന്നു. Maybe the Lord will work for us. നമുക്ക് വേണ്ടി യഹോവ പ്രവർത്തിക്കും. Then the next beautiful verse in the scripture, I want everybody to go in a note about that one. ആമേൻ. വളരെ മനോഹരമായ അടുത്തൊരു ഭാഗം നാം എല്ലാവരും ശ്രദ്ധയോടെ വായിക്കണം. For there is nothing that prevent the Lord from saving. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. Whether by many or few, our God can do. അല്പത്തിലാണെങ്കിൽ പോലും ദൈവത്തിന് അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും. Look at the faith, looking at the mighty army. He is saying, I don't have too many people with me, but our God can still do. ആമേൻ. കടത്തിര പോലെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ നോക്കിയിട്ട് വിശ്വാസത്തിൽ പറയുന്നു, എനിക്ക് ഇത്രമാത്രം ഒന്നുമില്ലല്ലോ എതിരിടുവാനാ. Amen. You might look at you, amen, the situation and say, amen, I am nobody in my family. എന്റെ സാഹചര്യത്തിന്റെ മുമ്പാകെ നോക്കിയിട്ട് പറയും, ഞാൻ ഈ കുടുംബത്തിൽ എനിക്കൊന്നുമില്ലല്ലോ. I don't have many people with me. എന്റെ മുമ്പാകെ എന്റെ കൂടെ അധികം ആൾക്കാരില്ലല്ലോ. I don't have a big church. എനിക്ക് വലിയൊരു സഭയില്ലല്ലോ. But God is not looking for that. അതല്ല ദൈവം നിങ്ങളിൽ കൂടി He നോക്കിക്കൊണ്ടിരിക്കുന്നു. can do wonderful things with a few and many. ഓ, നിങ്ങൾ അല്പത്തിലാണെങ്കിൽ പോലും അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും. Where did Jonathan get the revelation? എങ്ങനെയാണ് യോനാഥന്റെ ഉള്ളിൽ ഈ വെളിപ്പാട് കടന്നു വന്നത്? He all of a sudden thought about Gideon. ആമേൻ. ഗിദെയോനെ പറ്റി പെട്ടെന്ന് നമ്മൾ കേട്ടതല്ലേ? Amen. Last Friday we heard about it. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അത് കേട്ടതല്ലേ? Amen. 32,000 army came in and amen, they all gone except 300. അവൻ 30,000 ഇറങ്ങി വന്നപ്പോൾ അതിനകത്ത് 300 പേരല്ലേ ഇറങ്ങി തിരിച്ചത്. And God brought victory over Midianites with the 300. മിദ്യാന്യർക്കെതിരെ ആ 300 പേരെ കൊണ്ടല്ലേ ദൈവം ജയം അവർക്ക് നൽകിയത്. So Jonathan already thought like this. അവൻ യോനാഥൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചെടുത്തു. Amen. My God can do with a many or few. ആ ചെറു അല്പത്തിൽ നിന്ന് എന്റെ ദൈവത്തിന് അധികം ചെയ്യുവാൻ കഴിയും. So I am not going to sit back over here. ഞാൻ ഇവിടെ അതോർത്തുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാൻ പോകത്തില്ല. I am going to go and do what I can. എനിക്ക് കഴിയുന്നത് ഞാൻ മുമ്പോട്ട് ഇറങ്ങി തിരിച്ച് ഞാൻ ചെയ്യും. Amen. If the enemy kill me, let them kill me. But I am tired of being sitting in this amen, nothing happening situation. ആമേൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ഈ സാഹചര്യത്തിന് മുമ്പാകെ വെറുതെ ഇരിക്കുവാനല്ല, ശത്രുവിന് മുമ്പാകെ ഇറങ്ങി അവരെന്നെ കൊന്നാലും ഞാൻ അവർക്കെതിരെ ഇറങ്ങി തിരിക്കുമെന്ന് യോനാഥാൻ വിളിച്ചു പറയുന്നു. That's what somebody God expects from somebody here. ഇവിടെ ആയിരിക്കുന്ന ചിലരിൽ നിന്ന് അതാണ് യഹോവയെ ദൈവം പ്രതീക്ഷിക്കുന്നത്. Amen. Doesn't matter what happens. എന്ത് സംഭവിച്ചാലും കാര്യമില്ല. Somebody this morning must say like this. ഇവിടെ ആയിരിക്കുന്ന ചിലർ ഇങ്ങനെ വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. Lord, I am tired of my status quo. എന്റെ സ്റ്റാറ്റസ് കോ അനുസരിച്ച് ഞാൻ ടയർഡ് I ആയിരിക്കുന്നു. am tired of not having a movement forward. ഓ, മുമ്പോട്ട് കടക്കുവാൻ കഴിയാതെ ചലിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന രീതിയിലായിരിക്കുന്നു, ടയർഡ് ആയിരിക്കുന്നു. Lord, I am tired of the lackadaisical spirituality in me. ആത്മീയമായി താഴ്ന്നു കിടന്നുകൊണ്ട് ഞാൻ അത് ക്ഷീണിച്ച ഒരു അവസ്ഥയിലായിരിക്കുന്നുവല്ലോ. Lord, I am tired of the enemy continuously coming and oppressing me. എന്റെ ജീവിതത്തിന് നേരെ ശത്രു പലപ്പോഴുമായി കടന്നു വന്നത് കണ്ടിട്ട് എനിക്ക് ഞാൻ ടയർഡ് ആയിരിക്കുന്നു. I am tired. ഞാൻ ക്ഷീണിച്ച അവസ്ഥയിലേക്ക് So I പോയിക്കൊണ്ടിരിക്കുന്നു. am going to do something that I have not done before. ഞാൻ ഇതുവരെ ചെയ്തെടുക്കാത്ത ചിലത് ഞാൻ ഇപ്പോൾ ചെയ്യുവാൻ തക്കണ I am മുമ്പോട്ട് taking a step of faith. ആമേൻ. ആ ഒരു വിശ്വാസമാണ് ഞാൻ കാണുന്നത്. Amen. I don't care how many people with me. എന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കുന്നില്ല. I am ready, Lord. ഞാൻ അതിനു വേണ്ടി തയ്യാറോട് നിൽക്കുകയാണ്. Amen. Who will say that one? അത് ആർക്കിന്ന് വിളിച്ചു പറയാൻ കഴിയും? Amen. Who will say that? ആർക്കിന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയാൻ കഴിയും? Amen. God, I am ready. ഓ, ഞാൻ അതിനായി തയ്യാറായിരിക്കുന്നു. I am ready to go. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുവാൻ തയ്യാറായിരിക്കുന്നു. Hallelujah. ആമേൻ. എത്ര പേര് ഇതിനകത്ത് Glory to ഇറങ്ങിത്തിരിക്കുവാൻ God. Glory to God. കഴിയും? Yes. Yes. Hallelujah. Glory to God. Hallelujah. Yes, Lord. Amen. Rise up. Amen. Rise up such a faithful Lord. Amen. Hallelujah. Yes. Yes. Ah, yes. Ikamana Ramana Vaishara.
Amen. Amen. Yes. Hallelujah. Glory to God. Hallelujah. Amen. How many people will step up and say, എത്ര പേര് മുന്നിട്ടിറങ്ങി പറയുവാൻ കഴിയും? I am willing to fight against the liberalism. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ലിബറലിസത്തിനെതിരെ എനിക്ക് യുദ്ധം ചെയ്യണം. I am willing to take a stand against that which come against my family. എന്റെ കുടുംബത്തിനെതിരെ വരുന്നതിനെതിരെ ഞാൻ ഇറങ്ങി തിരിച്ച് യുദ്ധം ചെയ്യുമെന്ന് പറയാൻ കഴിയും എത്ര പേർക്ക്? Oh, don't say that I am under peer pressure and get succumbed into that one. Oh, stand up and say, I am going to take a stand. എന്റെ ചുറ്റുപാടുമില്ലിരിക്കുന്ന പിയർ പ്രഷറിൽ ഞാൻ അടിമപ്പെട്ടു പോയി എന്ന് പറയാതെ സ്ത്രീയോട് എടിച്ചു നിന്ന് അതിനെതിരെ എതിർത്ത് നിൽക്കാൻ കഴിയും. Amen. I am speaking to some young people. അവൻ ഇവിടെ ആയിരിക്കും ചില യൗവനക്കാർ അതിനായി നോക്കിക്കൊണ്ടിരിക്കുക. Have some bold move in your hand. അവൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ബോൾഡ് മൂവ്മെന്റ് ഉണ്ടാവട്ടെ. I am going to go with that crowd. I am going to go against the enemy of God. ആമേൻ. ആ ദൈവത്തിന്റെ ശത്രുവിനെതിരെ ഞാൻ ഇറങ്ങിത്തിരിക്കുമെന്ന് എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? Hallelujah. That's where your anointing is. അവിടെയാണ് നിങ്ങളുടെ അഭിഷേകം തികഞ്ഞു വരേണ്ടത്, വെളിപ്പെട്ട് വരേണ്ടത്. So remember, Saul said to his young arm bearer and said, let's go against the army. ആമേൻ. ഇവിടെ അതിനെതിരെ ആ ശത്രുവിനെതിരെ പോവാമെന്ന് യോനാഥാൻ വിളിച്ചു പറയുന്നു. His arm bearer said, whatever is in your heart, let us do it. ആയുധവാഹൻ അത് കേട്ടിട്ട് പറഞ്ഞു, നീ എന്താണെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് മറുപടിയായി He പറയുന്നു. said, I am ready to come with you. ആമേൻ. ഞാൻ നിന്നോട് വരാൻ തയ്യാറായിരിക്കുന്നു ആയുധവാഹൻ വിളിച്ചു പറയുന്നു. Next application. ആമേൻ. അടുത്തൊരു പ്രായോഗത്തിൽ കൊണ്ടുവരേണ്ടത്. Amen. You need to have some people who don't find 5 excuses why you shouldn't do it. ആമേൻ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നവരെ 500 കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവരെ അല്ല നിങ്ങളുടെ കൂടെ നിർത്തേണ്ടത്. You need to have somebody that to come with you, even in that face the enemy means dangerous. ശത്രുവിന്റെ മുമ്പാകെ അപകടത്തിന്റെ തരണ മേഖലകളാണെങ്കിൽ പോലും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയാണ് നിങ്ങൾ കൂട്ടി നിർത്തേണ്ടത്. God's Holy Spirit is speaking to somebody. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, when you want to go into a house to fight against a spiritual fighter, ആമേൻ, ഒരു ആത്മീയ യുദ്ധത്തിൽ പോരാട്ടത്തിൽ പോരാടുവാൻ തക്കോടെ ഒരു ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ you need to invite somebody who is willing to give their life and soul for you. ആമേൻ. തന്റെ ദേഹവും തന്റെ അവരുടെ ജീവിതവും ആത്മാവും നമുക്ക് വേണ്ടി തരുവാൻ തയ്യാറുള്ളവരെ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. Amen. He just taking that one. ആമേൻ. അവനെ മാത്രമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. And another lesson over there, when Saul was when Jonathan was about to go like this, he didn't tell anybody. That's what verse 2 read. ആമേൻ. രണ്ടാം വാക്യത്തിൽ പറയുമ്പോൾ ആരോടും യോനാഥൻ പോകാൻ തുടങ്ങുമ്പോൾ അവൻ ആരോടും പറഞ്ഞില്ല എന്ന് നമ്മൾ രണ്ടാം വാക്യത്തിൽ കാണുന്നുണ്ട്. Child of God, this is another application. ഇത് മറ്റൊരു നമ്മുടെ പ്രായോഗത്തിൽ You don't need to broadcast it to everybody about the spiritual battle that you are willing to fight. നിങ്ങൾ നേരിടാൻ പോകുന്ന ആത്മീയ യുദ്ധത്തെ പറ്റി മറ്റുള്ളവരോട് പ്രസിദ്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. Because you will get 50 different opinion. 50 അഭിപ്രായമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെതിരെ വരുന്നത്. Rather that you ask God. Amen. അതിന് പകരമായിട്ട് ദൈവത്തോട് നിങ്ങളുടെ ആലോചന ചോദിക്കുക. And then take somebody that will say, I am with you, brother. I am with you, sister. ആമേൻ. എന്താലോ ഏത് സഹോദരൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് പോകൂ. Many times the church won't do anything because I am looking for the majority of the church to agree with me for something. പലപ്പോഴും പല ചർച്ചകളും അങ്ങനെ ചെയ്യത്തില്ല. എന്നോടൊപ്പം എന്റെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നവരെ മാത്രം 50 പേര് അഭിപ്രായത്തെ നോക്കിയാണ് ഞാൻ മെജോറിറ്റി നോക്കിയാണ് ഞാൻ I am പോകുന്നത്. daily soliciting people to come along with me. ആമേൻ. ആരാണ് എന്നോടൊപ്പം കടന്നു വരുന്നത് നോക്കുമ്പോൾ And I do 10 years and nothing happens. 10 വർഷമായി നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു. God is saying some Jonathan needs to rise up. ആമേൻ. ദൈവം പറയുന്നത് യോനാഥനായ ചില വ്യക്തികൾ ഇതിനകത്തുനിന്ന് ഇറങ്ങിത്തിരിക്കണം. He is not consulting with so many. ആമേൻ. മറ്റുള്ളവരോട് ആലോചന ചോദിക്കാതെയാണ് യോനാഥൻ ഇറങ്ങി വരുന്നത്. He is looking and said, let's go over there. God is going to bring victory. മുമ്പിലുള്ള സാഹചര്യത്തെ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം, ദൈവം നമുക്ക് വിജയം നൽകുമെന്ന് അവിടുന്ന് പറയുന്നു. Amen. Then we will quickly go. വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് ഓടുമ്പോൾ Then so many things are interesting. I want you to go home and read. I don't have the time to explain all of this. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കുക. ഞാൻ മുമ്പോട്ട് പോകട്ടെ. So these 2 people go and they put so many things over there. Jonathan put some signs whether God is going to be with us or not. I am not going to talk about those. ദൈവം തന്നോട് കൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള അടയാളങ്ങൾ അതൊക്കെ അതിനടുത്ത ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. And chapter 13 verse 30. Chapter 14 verse 13. 14-ന്റെ 30
13-ാം വാക്യം. 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ And Jonathan climbed upon his hands and feet, and his armor bearer came with him. യോനാഥനോ അവന്റെ പിന്നാലുള്ള ആയുധവാഹനം കയ്യും കാലും വെച്ച് തത്തിപ്പിടിച്ചു കയറി എന്ന് വായിക്കുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്ക് സോ ബ്യൂട്ടിഫുൾ. A mighty army over there, and here are two people going. They even have a difficulty. തത്തി പിടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുക. Amen. They are climbing on their knees and limbs and hands to go against an army. അവര് മുമ്പിലായിരിക്കുന്ന ശത്രു, വളരെ ശക്തനായ ശത്രുവിന്റെ മുമ്പാകെ എതിർക്കുവാൻ ചെല്ലുന്നത് തത്തിപ്പിടിച്ച് നിരങ്ങി അവരുടെ മുമ്പാകെ കയറി എന്ന് വായിക്കുന്നു. Then verse 14. 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. As soon as they went there, the Philistines started falling in front of them. അവരുടെ മുമ്പ് അവർ അവിടെ എത്തിയപ്പോൾ തന്നെ ഫിലിസ്തീയർ അവരുടെ മുമ്പാകെ വീഴുന്ന ഒരു അവസ്ഥ കാണുന്നു. തത്തിപ്പിടിച്ച് കയറി ചെല്ലുന്ന രണ്ട് ജീവിതങ്ങളുടെ മുമ്പിൽ ആമേൻ ഫെലിസ്തീയരുടെ പട്ടാളക്കാർ വീഴുകയാ. ആമേൻ the one who is hardly climbing there, the soldiers are falling in front of them. ആമേൻ. ശ്രമകരമായി വളരെ ശ്രമകരമായി അവരുടെ മുമ്പാകെ പോകുമ്പോൾ ഫിലിസ്തീയർ അവന്റെ മുമ്പാകെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് കാണുന്നു. One man's faith. ആമേൻ. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ An army is falling in front of them. മുമ്പിലായിരിക്കുന്ന വലിയൊരു ജനമാണ് വീഴുന്നത്. God's Holy Spirit dearly spoke to me. വളരെ വ്യക്തിപരമായ ദൈവ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത്. And to me too. ആമേൻ. എന്നോട് കൂടെ സംസാരിച്ചത്. Said, son, I'm nothing against your prayer or anything like that. You don't misunderstand me. Said, son, we need some actions these days. ആമേൻ. പ്രാർത്ഥനയ്ക്കുപരിയായി ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞു. He can sit with the sword and the spear back in the Israel, pray and pray and pray and pray. Nothing will happen. ആമേൻ. അവിടെ പ്രാർത്ഥനയോടുകൂടി ഇസ്രായേൽ പോലെ ഒന്നും സംഭവിക്കത്തില്ലെന്നാലോ ആ വാളും കുന്തവുമായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. Sometimes you can pray for a family 15 years, nothing will happen. 15 വർഷമായി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ പക്ഷെ ഒന്നും സംഭവിക്കാത്ത അവസ്ഥയില്. But these days Holy Spirit is saying, take a step, go to that houses by faith, step into those houses and pray. God is going to give the mighty one falling in front of you. പ്രഭാതത്തിൽ പ്രത്യാശയുടെ വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് കാലെടുത്ത് വെച്ച ഭവനത്തിൽ അകത്ത് ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. Hallelujah, glory to God. We are back in the place. We have the gift, we have the spear, we have the sword, we have everything, but we are back just like Saul under the pomegranate tree on the borderline. No. God is not going to do anything. God is asking, take a step of faith. Go and put there, then God is going to do something for you. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കൃപാവരങ്ങൾ അനന്തര ഫലങ്ങൾ നമുക്ക് ദൈവം തന്നിട്ട് ശൗലിനെ പോലെ മാതളനാളത്തിന്റെ കീഴിൽ വിശ്രമിക്കുവാനല്ല, മുമ്പോട്ട് പോയി ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ കാൽ ചുവട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കുമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. Oh, glory to God. Verse 15 says the army began to tremble there. അവരുടെ മുമ്പാകെ ആ ശത്രു സൈന്യം ഭയന്ന് വിറച്ചു വീണു എന്ന് 15-ാം വാക്യത്തിൽ കാണുന്നു. God sent an earthquake there. ഭൂമി യഹോവയുടെ ഭൂമി കുലുക്കുവാറാക്കി എന്ന് കാണുന്നു. When we take a step of faith, the one man go over there, God is putting all the power behind it. ആമേൻ. ഒരു വ്യക്തിയുടെ വിശ്വാസത്തോടെ ആ ശത്രുവിന്റെ നേരെ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി ആ പോർക്കളത്തിൽ ഇറങ്ങുമാറായി. Amen. We need to take that step these days. അങ്ങനെയുള്ള ഒരു കാലടികളാണ്, ഒരു സ്റ്റെപ്പാണ് നമ്മളും വെക്കേണ്ടത്. Amen. Church, God is looking for some young people. ഇവിടെ ആയിരിക്കുന്ന ചില യങ് പീപ്പിളെ നമ്മൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. Not willing to compromise. ഒന്നിലും കോംപ്രമൈസ് ചെയ്യാതെ, not willing to
get a multitude to agree with you. ഒരു മഹാജനം നിങ്ങൾക്ക് വേണ്ടിയായി അഗ്രി ചെയ്യാൻ നോക്കാതെ, But you yourself is going to take a step. നിങ്ങൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ടോട്. And then God is going to be with you. അപ്പോഴാണ് ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്നത്. Hallelujah, glory to God. അവൻ ദൈവത്തിന് മഹത്വം. The earthquake and the trembling and all of this thing is happening. അവൻ സർവ്വജനത്തിലും നടുക്കമുണ്ടായി എന്ന് വായിക്കുന്നു. Hallelujah, God is doing a wonderful thing. വളരെ അത്ഭുതകരമായ കാര്യം ദൈവത്തെ സർവശക്തനായ ദൈവം ചെയ്തെടുക്കുന്നു. And God gave him a big victory. വലിയൊരു ജയമാണ് ദൈവം അവർക്ക് നൽകിയത്. God gave them the victory. യഹോവയാണ് അവർക്ക് വിക്ടറി നൽകിയത്. One man's faith. ഒരു മനുഷ്യന്റെ വിശ്വാസം, One man. ഒരു മനുഷ്യന്റെ വിശ്വാസത്താൽ നടന്നത്. God did wonderful things. അമ്മേ, വളരെ അത്ഭുതകരമായി ദൈവം അവരുടെ ഇടയിൽ ചെയ്തെടുത്തു. But let me quickly say a couple more things and I will conclude. ചില ചെറിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കട്ടെ. So all of a sudden we see during this war something else is happening. ഈ യുദ്ധത്തിന്റെ നടുവിൽ മറ്റു ചിലത് സംഭവിക്കുന്നു. So when Jonathan went over there, when all of this thing happening, Saul from the borderline saw something mighty things is happening. He came and joined there. അവൻ അവിടെ ആയിരിക്കുന്ന യോനാഥൻ കടന്നുപോയി അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ ദേശത്തിന്റെ അതിരിലിരിക്കുന്ന ശൗൽ ഇത് കണ്ടിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള ചിന്ത അവന്റെ So ഉള്ളിൽ. he came and joined the battle. ആ ആ ശത്രുവിനോട് യുദ്ധത്തിൽ അവനും വന്ന് But പങ്കുചേർന്നു. as soon as he came over there, he's making another foolish decision. അവിടെ കടന്നു വരുന്ന ഉടനെ അവിടെ അവരോട് പങ്കാളിയാവുമ്പോൾ അവിടെ മറ്റൊരു കാര്യം അവൻ ചെയ്യുന്നു. He wanted to take credit for something. അവിടെ നിന്ന് എന്തൊക്കെയോ ക്രെഡിറ്റ് അവന് നേടിക്കെടുക്കേണ്ടിയിരുന്നു. He all of a sudden said, no soldier today will eat anything until we completely conquer this army. എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം ആരും ആഹാരം കഴിക്കരുതെന്ന് അവൻ ശപഥം ചെയ്യുന്നു. How can an army fight without eating anything? ഒന്നും കഴിക്കാതെ എങ്ങനെയാണ് ഒരു ശത്രുവിനോട് ഒരു യുദ്ധം കടന്നു I പോകുന്നത്? want you to go home and read this chapter. It's so beautiful. After this will make you so much sense to you. So what happened is he put this wrong fast for the soldier at the time of battle. ഇതിന്റെ നടുവില് അവൻ തെറ്റായ ഒരു ഉപവാസമാണ് അവരുടെ നടുവിൽ There പ്രസിദ്ധപ്പെടുത്തിയത്. is a time for that one, but that's not this time. ഈ സമയത്തല്ല ഉപവാസം എടുക്കുന്നതിന് അതിൻ്റെതായ പ്രത്യേക സമയമുണ്ട്. കൃപ നഷ്ടപ്പെട്ടവൻ പിന്നെ ചെയ്യുന്നതെല്ലാം എന്താണെന്നറിയാമോ? സ്പിരിച്വൽ അപ്പിയറൻസ് ബട്ട് ഫൂളിഷ് ഡിസിഷൻസ്. Amen. Hallelujah. It appeared to be spiritual. He wanted to bring the ark. He wanted to have Urim and Thummim and look all those things. Then all of a sudden he knew there was so much confusion. He said, no, nobody eat anything. Fast and put the army in trouble. അവൻ ആത്മീയൻ എന്ന് തോന്നുമാർ അവൻ പലതും അവിടെ ചെയ്തെടുക്കുന്നുവെങ്കിലോ അവിടെ ആയിരിക്കുന്ന ജനത്തെ കഷ്ടത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണല്ലോ കൊണ്ടുപോയത്. And on the battle finished and the end of the day everybody is tired, but something else happened. അവൻ യുദ്ധം അവസാനിച്ചു. എല്ലാവരും അസന്ധ്യ സമയത്ത് എല്ലാവരും ക്ഷീണിച്ച ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയപ്പോൾ In between, when he said this dumb thing, Jonathan and the arm bearer was in the army fighting. They didn't know about this oath he made to the soldiers. ഇവിടെ ശൗലെടുത്തിരിക്കുന്ന ശബ്ദം അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യോനാഥാനും ആയുധവാഹനും അത് അറിഞ്ഞിരുന്നില്ല. When they were coming on the way winning, they saw some honey. They were so tired. Jonathan picked that up and ate. ജോനാഥൻ ഇത് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ അവിടെ വഴിയിൽ കണ്ടിരുന്ന ആ തേൻകട്ട എടുത്തിട്ട് അവൻ രുചിച്ചു നോക്കി. All of a sudden some of the soldiers said, no, your father made a vow that nobody can eat. If anybody eat, they will be dead. Oh, that was an oath your father took. ആ സൈന്യത്തിനകത്ത് ചില വ്യക്തികൾ പറഞ്ഞു, നിന്റെ പിതാവ് ഒരു ശബ്ദം ചെയ്തിരിക്കുന്നു, ഈ ശത്രുവിനെ മുടിക്കുവോളം ആരെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവർ മരണത്തിന് യോഗ്യരെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. An oath is an oath. Now all of a sudden I'm going forward, I don't have the time. So finally Saul coming and saying, who did this thing? And he needs to die. വളരെ വ്യക്തമായി വളരെ വിഷമത്തിലേക്ക് അവിടെ ജനം കടന്നു പോകുമ്പോൾ ശൗൽ ചോദിക്കുന്നു, ആരാണ് ഇത് ചെയ്തത്? ആ ചെയ്ത വ്യക്തി ആരാണെങ്കിലും മരണത്തിന് വിധേയനാകണം. They put the casting the lot again and finally it came upon Jonathan. അവരവസാനം ചീട്ട് യോനാഥന്റെ പേർക്ക് വീണു. And Saul is saying, my son Jonathan need to die. എന്റെ മകൻ യോനാഥന് ഇത് മരിക്കണമെന്ന് പറയുന്നു. Because he made a foolish decision. മോശത്തമായ ഒരു തീരുമാനം എടുത്തതുകൊണ്ട്.
Even at that point, he couldn't say that, oh, that was a foolish decision that I did. But no, he took on to the word, and remember, God did not tell him to say that way. അവൻ ദൈവം പറയാതെ തന്നെ താൻ എടുത്ത തീരുമാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനൊരു ഭോഷത്വമായ തീരുമാനം എടുത്തെന്ന് പോലും അവന് തിരിച്ചറിഞ്ഞില്ല. This is where the problem sometimes, out of all the anxiety, once we begin to lose the grace, we will make people do things that is not from God. ദൈവം നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തു കഴിയുമ്പോൾ ദൈവം പറയാതെ കാര്യങ്ങൾ ഒരു പക്ഷെ നമ്മൾ ചെയ്തെടുക്കുവാൻ തുടങ്ങും. And we will ask people, we will put so many things in front of the people because I want to appear to be spiritual. ആത്മീയൻ എന്ന് തോന്നിക്കുവാൻ തക്കവണ്ണം പല കാര്യങ്ങൾ തന്റെ കൂടെ ആയിരിക്കുന്ന ജനത്തോട് പറയുവാൻ തുടങ്ങും. And some of that can be very legalistic. അത് ഒരു പക്ഷെ ലീഗലിസ്റ്റിക് ആയിട്ട് അത് മുമ്പോട്ട് പോകേണ്ടി വരും. Because God never expected that one. അത് ദൈവം പ്രതീക്ഷിച്ചിരുന്നതല്ല. When I, as a pastor, when I ask you to do something more than what God intended, more than what God wanted, then I am forcing you to be legalist. ആമേൻ. ഞാൻ ദൈവം പറയാതെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവം പറയാതെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങളെ സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുവാണെങ്കിൽ അത് വെറും ഒരു ലീഗലിസ്റ്റിക് ആയിട്ട് മാറുന്നു. Because I feel like that kind of things will refrain you from sinning. അത് ഞാൻ ചിന്തിക്കുന്ന നിങ്ങൾ പാപത്തിൽ നിങ്ങൾ അത് മാറ്റി നിർത്തി തടസ്സപ്പെടുത്തുന്നു. Any time when we put something that will make people rebel and to go and do what God already forbidden. ആമേൻ. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ അതിനെതിരെ ജനം തിരിഞ്ഞു നിന്നിട്ട് ദൈവം എന്താണോ എതിർത്തുന്നത് അത് ചെയ്യുവാൻ ജനം മുതിരും. ഞാൻ മലയാളത്തിൽ എന്ന് പറഞ്ഞോട്ടെ, ദൈവം പറയാത്തത് ഞാൻ അടിച്ചേൽപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ചെയ്യാൻ ജനം മടിക്കും. When we put things on people that God didn't expect to do, ദൈവം പ്രതീക്ഷിക്കാത്തത് ജനം ചെയ്യുവാണെങ്കിൽ then people will rebel and do things that God expected that they shouldn't do. എന്നാൽ ദൈവം പറഞ്ഞത് ഒരു പക്ഷേ ജനം ചെയ്യാതെ മാറിയിരിക്കുന്ന ഒരു This അവസ്ഥ. is what is happening in our churches today. ആമേൻ. നമ്മുടെ ഈ സഭകളിലൊക്കെ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So many things that we put upon people as if God wanted it that way. ദൈവത്തിന് ആവശ്യമെന്ന രീതിയിൽ പലപ്പോഴും ജനത്തിനെ പലതും അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ. And then people go far away from അവിടെ നിന്നും ജനം രക്ഷപ്പെട്ടു ഓടുന്ന ഒരു അവസ്ഥയിലേക്ക്. And in that process they disobey something that they must obey. അതാ ദൈവത്തെ അനുസരിക്കേണ്ടുന്ന പല കാര്യങ്ങളും അവർ അനുസരണക്കേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. And here he did that one, and all of a sudden he said, my son Jonathan must die. ആമേൻ. ഈ സാഹചര്യത്തിൽ യോനാഥാന് മരിക്കണമെന്ന് ശൗൽ പറയുന്നു. We should never make such a rash promises or vow in front of God. ഇങ്ങനെ ദൈവത്തിന് മുമ്പാകെ പെട്ടെന്നുള്ള ഒരു പ്രോമിസസ് എടുക്കരുത്. Amen. That's what Ecclesiastes we read. എക്ലേഷ്യസിൽ ഇങ്ങനെയാണ് പറയുന്നത്. That we should not take such a promises. Ecclesiastes 5:2 we read like this. Ecclesiastes 5:2 ഇങ്ങനെയാണ് പറയുന്നത്. Do not be hasty to speak careless words or vows in front of God. അവൻ അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. Don't take unnecessary vows. അങ്ങനെ unnecessary ആയിട്ട് ഒരു വോസും എടുക്കരുത്. We have to be very careful what God wants. ദൈവത്തിന് എന്താണ് ആവശ്യമോ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാം പോകേണ്ടത്. Because that now put the life of his own son, a young man, in jeopardy. അത് അവന്റെ കുഞ്ഞിന്റെ അപകടത്തിലേക്ക് അത് നയിച്ചു. Jonathan must die. ആമേൻ. ആ യോനാഥാൻ ഇവിടെ മരിക്കണമെന്ന് പറയുന്നു. All of a sudden people came up and said, what is this? He worked, he brought victory by the help of God, and you are saying that he needs to die? ദൈവത്തിന്റെ സഹായത്താൽ ഇവൻ നമുക്ക് വിജയം കൊണ്ടുവന്നല്ലോ, എന്നാൽ നീ അവൻ മരിക്കണമെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നു. People said Jonathan will not die. ആമേൻ. ആ ജനോദൻ മരിക്കാൻ പാടില്ല എന്ന് അവിടെ കൂടിയിരുന്ന ജനം പറയുന്നു. And that's where we read here, it's 45 onwards, we read they said, no, not a hair from Jonathan will fall. അവന്റെ ഒരു തലയിലെ ഒരു രോമോ നിലത്ത് വീഴുകയില്ല എന്ന് 45 വാക്യത്തിൽ പറയുന്നു. And then at the end of that one say, so the people redeemed Jonathan and he was not put to death. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു, അവൻ മരിക്കേണ്ടി വന്നതുമില്ല.
Look at Jonathan, he's so grateful now ആമേൻ. വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണല്ലോ യോനഥാൻ ഇപ്പൊ ആയിരിക്കുന്നത്. because the people redeemed him. ആമേൻ. അവിടെ ആയിരിക്കുന്ന ജനം അവനെ The people rescued him. ആമേൻ. അവനെ രക്ഷപ്പെടുത്തി, ജനം അവനെ രക്ഷപ്പെടുത്തിയെടുത്തു. Oh, that is so interesting. That is so, then, when you think of that one, what the people have done is so marvelous. ആമേൻ. വളരെ അത്ഭുതകരമായിട്ട് ആ ജനം അവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. But I want to tell you even a much beautiful story than that. മറ്റൊരു കഥ, മനോഹരമായ കഥ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. By the oath, Jonathan should have been dead. ആമേൻ. ശബദത്തിന്റെ അടുത്തത്തിൽ ആ യോനാഥാനോട് മരിക്കേണ്ടതാണ്. But he didn't do anything wrong. എന്നാൽ യോനാഥാൻ തെറ്റുകളൊന്നും ചെയ്തില്ല. But without a mistake, without actually committing a sin, he should have been dead. ആമേൻ. ഒരു പാപം ചെയ്യാതെ തന്നെ അവൻ അവിടെ മരിക്കേണ്ടതായിരുന്നു. But I know a testimony of my life. എന്റെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യം പറയുവാണെങ്കിൽ, I was a sinner. ഞാനൊരു പാപിയായിരുന്നു. I should have been dead. ഞാൻ മരിക്കേണ്ടിയിരുന്നു. And by law, I should have been dead. ആമേൻ. പ്രമാണം അനുസരിച്ച് ഞാൻ മരിക്കേണ്ടിയിരുന്നു. But someone stepped up ആമേൻ. എന്നാൽ എനിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി and came in front of the Father and said, ആമേൻ, ആ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, no, I know he committed a sin, but in this situation he is not going to die. അവൻ പാപം ചെയ്തു എന്നറിയാന്നാൽ ഈ സാഹചര്യത്തിൽ അവൻ മരിക്കേണ്ട. I am taking his sin. അവൻ, ഞാൻ ഇവരുടെ പാപം ഞാൻ ഏറ്റെടുക്കാം. I am going to die for his place. ആമേൻ. അവന് പകരമായിട്ട് ഞാൻ മരിക്കാം. And he said, I am going to rescue him. I am going to redeem him. ഞാൻ ഇവരെ വീണ്ടെടുക്കാൻ പോവുകയാണെന്ന് ഈ മകൻ ആ പിതാവിനോട് വിളിച്ചു പറഞ്ഞു. That is my story. അതാണ് എന്റെ കഥ എന്ന് I പറയുന്നത്. should have been dead. ഞാൻ മരിക്കേണ്ടവനായിരുന്നു. But my Jesus stepped into the sea. എന്നാൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. And he said, no, he is not going to die. ഇവൻ മരിക്കാൻ പോകുന്നില്ല. Even though he deserved death. അവൻ മരണത്തിന് അർഹനാണെങ്കിൽ പോലും I am not going to impute the death upon him. ഞാൻ അവന് മേലെ ഒരു മരണം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. I am going to take that death. ഞാൻ അവന് വേണ്ടി അവന്റെ മരണത്തെ ഞാൻ ഏറ്റെടുക്കുവാൻ. And I am going to rescue him. ഞാൻ അവനെ വീണ്ടെടുക്കുവാൻ, രക്ഷപ്പെടുത്തി എടുക്കാൻ പോകും. That's the testimony I have. ആ ഒരു സാക്ഷ്യമാണ് എന്നിൽ കൂടി. I am a free man. ഞാൻ ഇപ്പോൾ ഒരു സ്വതന്ത്രനായിരിക്കുന്നു. Because what Jesus has done for me. എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. That's what he did for you. അതാണ് നിങ്ങൾക്ക് വേണ്ടിയും അവിടുന്ന് ചെയ്തെടുത്തത്. That's what the Holy Communion tells us. അതാണ് വിശുദ്ധ ഈ കർത്തൃമേശ വിളിച്ചു പറയുന്നത്. Jesus died for you and me. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു മരിച്ചു. So that we can be alive. ആമേൻ. നമുക്ക് ജീവനോടെ ഇരിക്കുവാൻ തക്കവണ്ണം, So we can be free. നമുക്ക് സ്വതന്ത്രനായി നിൽക്കുവാൻ തക്കവണ്ണം. And how can we not be happy about ആമേൻ. it? എന്നാൽ ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് How സന്തോഷമില്ലാതായിരിക്കും? can we not be grateful about that? എത്രമാത്രം നമ്മൾ ഗ്രേറ്റ്ഫുൾ അല്ലാതായിരിക്കും? I am pretty sure Jonathan ran home joyfully. ആമേൻ. വളരെ സന്തോഷത്തോടെ യോനാഥാൻ തന്റെ ഭവനത്തിൽ പോയെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. I am jumping up and down today because what my Lord Jesus has എന്റെ done. കർത്താവായ ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്താൽ ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധി സന്തോഷത്തോടെ ആർപ്പോടെ പോകുന്നു. Because he set me free and took the penalty of death from me. എന്റെ ജീവിതത്തിന്റെ പെനാൽറ്റി, എന്റെ മരണം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സ്വതന്ത്രനാക്കിയ എന്റെ കർത്താവ്. Brother and sister, every time when we remember the Holy Communion, നമ്മൾ കർത്തൃമേശ ഓർക്കുന്ന ഓരോ സമയത്തും, every time when we come, നമ്മൾ എപ്പോഴും കർത്തൃമേശ മുമ്പാകെ വരുമ്പോൾ don't forget that he is the one died for us so that we can be ആ alive. ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവനായിരിക്കുന്നതെന്ന് മറക്കരുത്. Amen. When we think of that one, we have so much to offer to him. ആമേൻ. അത് ചിന്തിക്കുമ്പോൾ നമ്മെ തന്നെ എത്രമാത്രം അധികമായി അർപ്പണത്തോടെ, നമ്മൾ സമർപ്പണത്തോടെ നമുക്ക് മുമ്പോട്ടോടാം. We have to surrender to him. അവൻ അവിടുത്തെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. We have to commit and say, Lord, I will live for you. ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാമെന്ന് എത്ര പേർക്ക് സമർപ്പണ മനോഭാവത്തോടെ പറയാം. Lord, I will live for you. I will serve you. I love you. ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം, അങ്ങേ ശുശ്രൂഷിക്കാം, അങ്ങേക്ക് വേണ്ടി മുമ്പോട്ടോടാം. The man of God prayed this morning, said, if you have forgotten to tell your Lord that I love you, Lord, please say it. Then when he said that one, I said, Lord, it's not forced upon us. The love, what you have done for us, we should be saying, Lord, I love you, love you, love you, love you, love you. ദൈവം ചെയ്തത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ അത് മറക്കാതെ, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന ഉള്ളത്തിൽ നിന്ന് എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും? The Holy Communion is
demanding an expression of our love towards him. നമ്മുടെ ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തെയാണ് കർത്തൃമേശയിൽ കൂടി തിരുമേശയിൽ കൂടി വിളിച്ചു This പറയുന്നത്. is nothing a ritual, but it is a total dedication and surrender and say, Lord, you died for me and gave me a life, so now I am going to live for you. അവരൊരു ആചാരത്തിനനുസരിച്ച് ഇതിനകത്തേക്ക് അടുത്തു വരാതെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എത്ര പേർക്ക് പറയാം. That's why Apostle Paul said, offer yourself again as examined, that we take part in this thing, that without any unholy thing in us. അവിശുദ്ധമായിട്ടല്ല, വിശുദ്ധിയോടെ തന്നെ നിങ്ങളെ തന്നെ ഇതിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞില്ലേ? Because he took our sin, he was never a sinner, he became a sin for us so that we are sin free. പാപിയല്ലാഞ്ഞിട്ടും നമ്മളുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇവിടേക്ക് കടന്നു വന്ന ആ ക്രിസ്തു. Can we take a moment to examine our lives?